എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 3-ാം തീയതി വെള്ളിയാഴ്ച 19/9/2025. ഇന്ന് നമുക്ക് എല്ലാ കൂറുകാരുടെയും ഫലമൊന്ന് പരിശോധിക്കാം. വെള്ളിയാഴ്ചയാണ്. ഇന്ന് ശുക്രന് ബലമുള്ള ദിവസമാണ്. ശുക്രഹോരയിലാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. എല്ലാ കാര്യങ്ങളും ശുക്രൻ്റെ ആദ്യഹോരയിൽ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണം, വാഹനം വാങ്ങൽ, കൊടുക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും നല്ല ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. എന്നാൽ വിവാഹം നടത്താനുള്ള ഒരു തീയതി എടുക്കുമ്പോൾ വെള്ളിയാഴ്ച ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇന്ന് നമുക്ക് മേടക്കൂറുകാരുടെ ഫലം ഒന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. പല പ്രതീക്ഷകളും കൈവരിക്കുന്ന ദിവസമാണ്. ആശ്വാസകരമായ പല മറുപടികൾ ലഭിക്കും. പല മീറ്റിങ്ങുകളും ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ ഉത്തേജനം ലഭിക്കുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഒരു കൂട്ടായ്മയോടെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കെട്ടിട നിർമ്മാണങ്ങൾ, വൻ സംരംഭങ്ങൾ ഒക്കെ ആരംഭിക്കാനിരിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വഴിതെളിഞ്ഞ് വരുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളെ കുറിച്ചുണ്ടായിരുന്ന ആശങ്കകളും പ്രയാസങ്ങളും ഒക്കെ ശമിക്കുന്നതാണ്. സന്താനങ്ങളുടെ പഠനത്തിനും ഉന്നത പഠനത്തിനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതുകൂടാതെ ശാരീരികമായ ചില അസ്വസ്ഥതകൾ, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് അത് അധികരിക്കുന്നതായിട്ട് കാണുന്നു. ഭക്ഷണ നിയന്ത്രണം അത്യാവശ്യമാണ്. കാലിന് അസുഖമുള്ള വെരിക്കോസ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് അധികരിക്കുന്നതായി കാണുന്നു. ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്ന ദിവസമാണ്. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പതിവായി മരുന്ന് കഴിക്കുന്നവർ അത് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിരക്കേറിയ ഒരു ദിവസമായിരിക്കും എങ്കിലും ഇന്ന് പല കാര്യങ്ങളും അനുകൂലമായി തന്നെയാണ് കാണുന്നത്. ഇന്ന് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും എങ്കിലും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് കാണുന്നു. എന്നാൽ വൈകുന്നേരത്തോടു കൂടി എല്ലാത്തിനും ഒരു ശമനം ഉണ്ടാകുന്നതാണ്. നമ്മൾ പറയുന്ന ഓരോ ഫലവും നമ്മുടെ ഇന്നത്തെ ചന്ദ്രൻ്റെ ചലനവും സൂര്യൻ്റെ ഗതിയും ഒക്കെ വെച്ചിട്ടാണ്. നമുക്ക് ജാതകം വെച്ചിട്ടുള്ള ഫലം വെച്ചും, അത് ജാതകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദശാകാലങ്ങൾ, ദശാപഹാരങ്ങൾ, അതേപോലെ ഛിദ്രം, ദശാഛിദ്രം, ഗോചരഫലം ഒക്കെ വെച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും പൊതുവെ ഈ തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരാവുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. മറ്റു രംഗങ്ങളിലും വലിയ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതീക്ഷ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില പ്രത്യേക ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചില സഹായഹസ്തങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക്, ദൂരയാത്രയ്ക്ക് ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. സുഖകരമായി സ്വന്തം ജോലികൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. എന്നാൽ കലാപരമായ സാങ്കേതിക വിദ്യകൾ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ശുഭകരമായ പല കാര്യങ്ങളും തീരുമാനം എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം കൊള്ളാം. അതേപോലെ വിവാഹാദി കാര്യങ്ങൾ തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് വിവാഹത്തിലേക്ക് എത്താവുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈദ്യസഹായം ലഭിക്കുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് വൈദ്യ മേഖലയിൽ
ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന ആകാംക്ഷകൾക്കൊക്കെ ശമനമുണ്ടാകുന്ന ഒരു ദിവസമാണ്. വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശനം ലഭിക്കാനും അതേപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനുമൊക്കെ സാഹചര്യമൊരുങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവർക്ക് ആശ്വാസകരമായൊരു ദിവസമാണ്. എന്നാൽ ദിവസത്തിൻ്റെ അവസാനത്തോടുകൂടി ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. തലവേദന, മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. നീരിറക്കം, വാതസംബന്ധമായ അസുഖങ്ങളൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ശ്വാസം മുട്ടലിൻ്റെ അസുഖമുള്ളവർക്ക്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കുമൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ സാമ്പത്തികമായി വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് സമാധാനമുള്ള ഒരു ദിവസമായിരിക്കും. അനാവശ്യമായ ദേഷ്യം മൂലം ചില പ്രശ്നങ്ങൾ വന്നുവിടാൻ സാധ്യതയുള്ളതുകൊണ്ട് ആത്മനിയന്ത്രണം ആവശ്യമാണ്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് ബാധകമാണ്. എന്നാൽ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. അംഗീകാരങ്ങൾ ലഭിക്കാനും അതേപോലെ അവർക്ക് പുതിയ പുതിയ മേഖലകളിൽ പ്രവർത്തിക്കാനും വിദേശ സഞ്ചാരത്തിനുമൊക്കെ വഴിയൊരുങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. അതേപോലെ തൊഴിൽ മേഖലകൾ അന്വേഷിക്കുന്നവർക്ക് അത് കണ്ടെത്താനൊക്കെ വളരെ അനുകൂലമായൊരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. എങ്കിലും ഗുണാധിക്യമാണ് കൂടുതലുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ വിദ്യാർത്ഥികൾക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ഉന്നതമായ പരീക്ഷകൾ എഴുതുന്നവർക്ക്, ഉദ്യോഗലബ്ധിക്കായി പരിശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. നിയമവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, നിയമകാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക്, കേസ്, വഴക്ക്, തർക്കങ്ങൾ ഇവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് ആലോചിക്കുന്നവർക്ക് അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായൊരു ദിവസമായിരിക്കും. ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിക്കുന്നവർക്കും പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. ധാരാളം സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കൂടുതലായിട്ട് കാണുന്നത്. ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. ഉല്ലാസയാത്രയ്ക്കൊക്കെ പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ചില അപകട സാധ്യത കാണുന്നുണ്ട്. വാഹനാദികൾക്ക് ചില കേടുപാടുകൾ വരാനും ഗൃഹോപകരണങ്ങൾക്ക് കേടുവരാനുമൊക്കെ സാധ്യത കാണുന്നു. അതിലൂടെ കുറച്ച് ധനനഷ്ടം ഉണ്ടാകാനായി സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആനുകൂല്യമുള്ള ഒരു ദിവസമാണ്, അനുകൂലമായൊരു ദിവസമാണ്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ് എങ്കിൽ പോലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയില്ല. അതേപോലെ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്നും വളരെയധികം പ്രയോജനമുള്ള ഒരു ദിവസമായിരിക്കുകയില്ല. എങ്കിലും വൈകുന്നേരത്തോടു കൂടി അത് കാര്യങ്ങളൊന്ന് മാറി മറിഞ്ഞ് വരുന്നതായിട്ട് കാണുന്നു. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. എങ്കിലും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് നിയമ
നിയമത്തിൻ്റെ ആനുകൂല്യം തേടുന്നവർക്കൊക്കെ ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. സംഗീത മേഖലകളിലും കലാമേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ദിവസം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. തുലാക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചതിലും ലാഭങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്നു. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് ചില മുടക്കങ്ങൾ വരുന്നതായി കാണുന്നു. വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ്. വളരെ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വിശേഷ വസ്ത്രങ്ങൾ ഒക്കെ വാങ്ങാനും ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അത്തരത്തിലുള്ള സമ്മാനങ്ങളോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ദൂരെ പോയിരിക്കുന്നവരുടെ തിരിച്ചുവരവിന് സാധ്യത കാണുന്നു. ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിക്കുന്നവരെ കാണാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വഴക്കുകളും പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എല്ലാം കൊണ്ടും താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വരനെ പ്രാർത്ഥിക്കുക, കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ദീർഘനാളായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ശമനം കാണുന്നു. പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധ്യത കാണുന്നു. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ ഓഫറുകൾ, സ്ഥാനമാനങ്ങൾ ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. വലിയ വ്യാപാരങ്ങളൊക്കെ നടത്തുന്നവർക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങി സുഗമമാകാനായിട്ട് സാധ്യതയുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സ്വർണം, വെള്ളി, ചെമ്പ് അങ്ങനെയൊക്കെയുള്ള ലോഹങ്ങൾ കൊണ്ടുള്ള പാത്രങ്ങൾ കച്ചവടം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് യാത്ര അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി പോലെയുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകന്മാർക്കും അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഏറ്റവും നല്ല ദിവസമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ദിവസമാണ് ഇന്ന് വിചാരിച്ച പല കാര്യങ്ങളും സാധിക്കുന്നതാണ്. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അനുമോദനങ്ങളെല്ലാം ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. സന്താനങ്ങളുമായി കൂടിച്ചേർന്ന് വളരെ നല്ല ആഹ്ലാദം പങ്കിടാനൊക്കെ ഉള്ള ഒരു ദിവസമാണ്. എന്നാൽ മുതിർന്ന ആളുകൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് വൈകുന്നേരമാകുമ്പോഴേക്കും ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ശാന്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് അലങ്കോലപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും എല്ലാത്തിനും ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നു. വളരെ വൈകിട്ടാണെങ്കിലും മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചില സഹായഹസ്തങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കുട്ടികൾ ഗ്രഹം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഗ്രഹം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ ഭാഗഭാക്കാകാനൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. തർക്കങ്ങളും വഴക്കുകളും ഒക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പൊതുവേദിയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ചില മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നു ഭവിക്കാനിടയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ടതായി കാണുന്നു. പല തീരുമാനങ്ങളും തെറ്റായിപ്പോയി എന്ന് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ചില വാക്കുകൾ മൂലം ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ചെറുതായി ഉരസുകയോ അതിനെ തുടർന്നുള്ള വഴക്കുകൾ വലുതാവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കേസ്, വഴക്ക് കാര്യങ്ങളിൽ ചെന്നപ്പെടാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകണം. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇത് ബാധകമാണ്. പ്രത്യേകിച്ച് അധികാരം കയ്യിലെടുത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ബാധകമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്തോ അല്ലെങ്കിൽ സിനിമ, കായിക രംഗത്തോ പൊതുവായ എല്ലാ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ ഇത് ബാധകമാണ്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന ഉദാസീനമായൊരു ദിവസമായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം വളരെ ഉല്ലാസവും ഉന്മേഷവുമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. സ്വന്തം തൊഴിലിൽ കുറച്ച് തെറ്റുകുറ്റങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി വലിയ പ്രതീക്ഷകളുണ്ടാകുന്നൊരു ദിവസമാണ്. കുടുംബാംഗങ്ങൾക്ക് സൗഖ്യമുള്ളൊരു ദിവസമാണ്. മാതാപിതാക്കൾക്ക് ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് മനസ്സിന് ക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നല്ല ദിവസമാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദിവസമാണ്. ഇനി ഉന്നത വിദ്യാഭ്യാസം അന്വേഷിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി തിരക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. വിദേശയാത്ര, വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ, വിദേശത്തിരിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായി ഇന്നത്തെ ദിവസം കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്ന ദിവസമാണ്. ഉന്മേഷത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അമിത ഭക്ഷണം കൊണ്ട് ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ഉദരരോഗമോ സാധ്യതയുണ്ട്. ശാരീരികമായി ഉണ്ടായിരുന്ന മറ്റ് ക്ലേശങ്ങൾക്കൊക്കെ സമാധാനമുണ്ടാകുന്ന ഒരു ദിവസമാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ അനുകൂലമായ ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ വന്ന് ലഭിക്കുന്നതിൽ ആഹ്ലാദിക്കുന്ന ഒരു ദിവസമാണ്. അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണിന്ന്. കേസ്, വഴക്ക് ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ചില ആളുകൾക്ക് കേസ് വിപരീതമായ ഫലം കൊടുക്കുന്നതാണ്. സമാധാനമായിട്ടിരിക്കുക. അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. ദീർഘകാലമായി ആലോചിച്ചിരുന്ന പല കാര്യങ്ങളും, മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഒന്ന് അനക്കം വയ്ക്കുക, ഒരു ജീവൻ വയ്ക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അങ്ങനെ പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ.